നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇവിടെ ചിലയിടങ്ങളിൽ സംഭവവികലമായ സംഭവവികാസങ്ങൾ നടന്നു. കയ്യാങ്കളിയിലേക്കും അതുപോലെ തന്നെ വഴക്കിലേക്കും തെറിവിളിയിലേക്കും പോലീസ് കേസിലും ഒക്കെ തന്നെ നീങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്തും മറ്റ് പലയിടങ്ങളിലും കൊച്ചിയിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ അരങ്ങേറിയിരുന്നു. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് BJP CPM സംഘർഷം. മഞ്ചൂർ ലൈബ്രറിക്ക് സമീപത്തെ ബൂത്തിൽ CPM കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചു എന്ന് BJP പ്രവർത്തകർ ആരോപണം ഉന്നയിച്ചതോടുകൂടിയാണ് തർക്കങ്ങൾക്ക് തുടക്കമായത്. വാക്കുതർക്കത്തിനിടെ വനിതാ പ്രവർത്തകയെ CPM പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് BJPയുടെ ആക്ഷേപം. സംഭവത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. ട്രാൻസ്ജെൻഡേഴ്സ് ഉൾപ്പെടെ കള്ളവോട്ട് ചെയ്തു എന്നാണ് ഇവരുടെ പേരുൾപ്പെടെ ഉയർത്തി BJP ഉന്നയിക്കുന്ന ആക്ഷേപം. ഇവരിൽ ചിലർക്ക് കുന്നുകുഴി വാർഡിൽ വോട്ടുണ്ടെന്നാണ് BJP പ്രവർത്തകർ പറയുന്നത്. സംഘർഷാവസ്ഥ രൂക്ഷമായതോടുകൂടി കൂടുതൽ പോലീസ് സ്ഥലത്ത് എത്തിയിരുന്നു. മർദ്ദനമേറ്റ സ്ത്രീക്കൊപ്പം BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഉറപ്പിച്ചു. പ്രതിഷേധവുമായി CPM പ്രവർത്തകരും മഞ്ചൂർ ജംഗ്ഷനിൽ നിലയുറപ്പിച്ചിരുന്നു. റോഡിൽ CPM BJP പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും ഉണ്ടായി. BJP പ്രവർത്തകരെ മർദ്ദിച്ചതായും ആരോപണം ഉണ്ട്. റീപോളിംഗ് വേണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. CPMന് അനുകൂലമായി വോട്ടർ പട്ടികയിൽ നിന്നും ആളുകളെ കൂടാതെ വെട്ടിമാറ്റിയെന്നും ചേർത്തെന്നും ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ നേരത്തെ തന്നെ വഞ്ചിയൂരിൽ നിന്ന് വന്നിരുന്നു. കോൺഗ്രസും BJPയുമാണ് ഈ ആരോപണം ഉന്നയിച്ചത്. വഞ്ചിയൂരിൽ താമസിക്കാത്ത ആളുകളെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർത്തെന്നും അത് കള്ളവോട്ടാണ് എന്നും പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പങ്കുണ്ട് എന്നാണ് BJP ആരോപിക്കുന്നത്. എന്നാൽ CPM ഈ ആരോപണം തള്ളിയിട്ടുമുണ്ട്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് BJPയുടെ തീരുമാനം. BJP പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്ന വാർഡ് കൂടിയായിരുന്നു വഞ്ചിയൂർ. ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. വാർഡ് CPMന് ജയിക്കാൻ വേണ്ടി വെട്ടിമുറിച്ചു എന്നും നേരത്തെ തന്നെ ആക്ഷേപം ഉണ്ടായിരുന്നു. വഞ്ചിയൂർ ഭാഗം 2 വ്യാപകമായി CPM കള്ളവോട്ട് ചെയ്തു എന്നും ഇതിനോടകം 100-ൽ പരം കള്ളവോട്ട് നടന്നു കഴിഞ്ഞതായും BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ ആരോപിച്ചിരുന്നു. വോട്ടർ പട്ടികയിൽ ഇല്ലാത്തവരും വഞ്ചിയൂരിൽ താമസമില്ലാത്തവരുമായ ട്രാൻസ്ജെൻഡേഴ്സിനെ വരെ ഇറക്കി വോട്ട് ചെയ്യിപ്പിച്ചു. BJP വനിതാ നേതാവിനെ ജാതി പറഞ്ഞു മർദ്ദിച്ചു, അവരെ അധിക്ഷേപിച്ചു. വഞ്ചിയൂർ ഭാഗം 2-ൽ റീപോളിംഗ് വേണമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം BJPയുടെ ആരോപണം CPM നിഷേധിച്ചു. വോട്ടർ പട്ടികയിൽ പേരുള്ളവർ മാത്രമാണ് വോട്ട് ചെയ്യുന്നത് എന്ന് വഞ്ചിയൂരിലെ CPM സ്ഥാനാർത്ഥി വഞ്ചിയൂർ ബാബു പ്രതികരിച്ചു. എല്ലാ വോട്ടും ഓൺലൈനിൽ ചേർക്കുന്നതാണ്. പരാജയ ഭയം കൊണ്ടാണ് BJP ഇതൊക്കെ കാണിക്കുന്നത്. വോട്ട് ചേർത്ത് കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. ട്രാൻസ്ജെൻഡർമാർ വോട്ട് ചെയ്യാൻ നിൽക്കുമ്പോൾ അവരെ കൂവുന്നു. BJP പ്രവർത്തകരാണ് കൂവിയത്. ട്രാൻസ്ജെൻഡർമാർ മനുഷ്യരല്ലേ? ഞങ്ങളുടെ പ്രവർത്തകരാണ് അവരും. ഞങ്ങൾ ആരെയും ആക്രമിച്ചിട്ടില്ല. അടിച്ചെങ്കിൽ അടിച്ചെന്ന് പറയും. കുറെ അടിയും ഇടിയും ഒക്കെ കണ്ടവനാണ് ഞങ്ങളൊന്നും ചെയ്തില്ലെന്നും പോലീസ് പറഞ്ഞു. ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് കണ്ടെത്തട്ടെ എന്നും പറഞ്ഞു. അതേസമയം കിഴക്കമ്പലം പഞ്ചായത്തിലെ വില്ലിംഗ് സെന്റ് മേരീസ് ചർച്ച് ബൂത്തിൽ സംഘർഷം. ക്യാമറമാൻ കൃഷ്ണകുമാറിനെ മർദ്ദിച്ച സംഘം ക്യാമറ തകർത്തു. റിപ്പോർട്ടർ അശ്വിൻ വല്ലത്തിന് നേരെയും കയ്യേറ്റ ശ്രമം ഉണ്ടായി. മറ്റു മാധ്യമ പ്രവർത്തകരെയും സംഘം കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടയിൽ സാബു M ജേക്കബിനെതിരെയും ഈ സംഘത്തിന്റെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലായിരുന്നു കയ്യേറ്റം. 2020 ചീഫ് കോർഡിനേറ്റർ സാബു M ജേക്കബ് വോട്ട് ചെയ്ത് ഇറങ്ങി മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്താണ് പ്രവർത്തകർക്കെതിരെ മാധ്യമപ്രവർത്തകരെ തടയുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തത്. ബൂത്തിനടുത്ത് നിന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് പ്രതിഷേധവുമായി ഇവർ എത്തിയത്. 2020-ക്കെതിരെ LDF UDF സഖ്യമാണെന്നും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ പോലും മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എന്നും സാബു M ജേക്കബ് ആരോപിച്ചു. മാധ്യമ പ്രവർത്തകരോട് വളരെ മോശം ഭാഷയിൽ പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചു എന്നും ദൃശ്യങ്ങളിലുണ്ട്. അതേസമയം കിഴക്കമ്പലത്തെ മാധ്യമ പ്രവർത്തകർക്കെതിരായ കയ്യേറ്റം തന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പ്രതികരിച്ചു. സാബു M ജേക്കബ് ഏകാധിപതിയാണ്. ഇത്തവണ 2020-ക്ക് ജനങ്ങൾ വലിയ തിരിച്ചടി നൽകും. ഈ പ്രദേശങ്ങളിൽ UDFന് മുൻകാലത്തേക്കാൾ മെച്ചപ്പെട്ട മുന്നേറ്റം ഇത്തവണ ഉണ്ടാകുമെന്നും DCC അധ്യക്ഷൻ വ്യക്തമാക്കി. പരാജയ ഭീതിയിൽ വ്യാപകമായി CPM കൊച്ചിയിൽ കള്ളവോട്ട് ചെയ്യുന്നതായും മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു. നല്ല പോളിംഗ് ആണ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും UDF വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഷിയാസ് കൂട്ടിച്ചേർത്തു.